ഇപ്പൊ ഞാൻ കുടുങ്ങിയതും എല്ലാം എന്റെ തലയിലാക്കി ഊരാനുള്ള ശ്രമമാണല്ലേ? അല്ല, നിങ്ങളുടെ ആഭരണങ്ങൾക്ക് കൈയും കാലും ഉണ്ടോ എന്റെ അടുത്തേക്ക് വരാൻ? ഞാൻ നേരത്തെ പറഞ്ഞതാ, ഇത് ഫൈനൽ വാണിംഗ്. കോടതിയിൽ ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ പാടില്ല. അതിന് വേറെ പണിഷ്മെന്റ് ഉണ്ട്. നിങ്ങളുടെ വക്കീൽ ആരാണ്? എനിക്ക് ഇതുവരെ വക്കീൽ ആരുമില്ല. അപ്പോ കുറ്റം ചെയ്തു എന്ന് സമ്മതിക്കുന്നു? ഞാനതിന് കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ വക്കീലും വേണ്ടെന്ന് പറഞ്ഞ എങ്ങനെ? ജാമ്യം വേണോ വേണ്ടയോ? എനിക്ക് ജാമ്യം വേണ്ട സർ. നന്നായി. രാമായണ കഥയില് സീതയെ രാവണൻ പിടിച്ചു വെച്ചപ്പോ ശ്രീലങ്കയിലെത്തിയ ഹനുമാൻ സീതയുടെ കൂടെ പോരാൻ പറഞ്ഞു. എന്റെ ഭർത്താവ് രാമൻ വന്ന് വിളിച്ചോണ്ട് പോയാലേ ഞാൻ വരുമെന്ന് അന്ന് സീതാദേവി ഹനുമാനോട് പറഞ്ഞു. എനിക്ക് എന്റെ മക്കളുടെ കൂടെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന് കഴിക്കണം. ആദ്യം ഞാനും എന്റെ കുട്ടികളും കഴിച്ചോട്ടെ. എന്നെ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ നിങ്ങൾ പിന്നീട് കഴിച്ചോളൂ. ശരി. ഇരിക്കും മക്കളെ. എന്ത് പറ്റിയമ്മേ? അമ്മ എന്തിനാ ഇങ്ങനെ കരയുന്നേ? ഒന്നുമില്ല. എന്റെ മക്കൾ നന്നായിട്ട് കഴിക്കും. കഴിക്കും മക്കളെ. നിങ്ങൾ കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത് നിങ്ങളൊന്നും എന്നിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. അമ്മയെല്ലാം നോക്കിക്കോളൂ എന്നുള്ള വിശ്വാസമായിരുന്നു. ഓരോ ദിവസവും എൻ്റെ മക്കളെ എല്ലാവരെയും അമ്പിളി അമ്മാവനെ പിടിച്ചു തരാന്ന് പറഞ്ഞ് കഥ പറഞ്ഞ് ചോറ് കൂട്ടിയിട്ടുണ്ട്. നിങ്ങളതൊക്കെ വിശ്വസിക്കും. എന്നാലും നിങ്ങൾ അമ്മ പറഞ്ഞതിനപ്പുറം ഒരു ചോദ്യം ചോദിക്കാറില്ല. കഴിക്കും മക്കളെ, കഴിക്കും മോനെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ജീവിതം ഉണ്ടാക്കി തരണമെന്നും എന്റെ മക്കളെല്ലാവരും നല്ല നിലയിൽ എത്തണമെന്നും ആഗ്രഹിച്ചു. നീലാംബരിയുടെ മക്കള് സമൂഹത്തിൽ അന്തസ്സോടെ ജീവിക്കണം. പക്ഷെ അതൊന്നും നടന്നില്ല മക്കളെ. ഇതാ എന്നോട് ക്ഷമിക്കും മക്കളെ.
ഞാൻ കണ്ട സ്വപ്നം മാത്രം. നോക്ക്, മെഡിസിന് ചില എത്തിക്സ് ഒക്കെ ഉണ്ട്. നീ പറയുന്ന പോലെ കാര്യങ്ങൾ മാറ്റാൻ പറ്റില്ല. അതുമല്ല, ഞാൻ കള്ളം പറയില്ല. അതെന്താ ഡോക്ടറെ? ഡോക്ടറുടെ ഹസ്ബൻഡ് സ്വന്തം വീട്ടിൽ നിന്ന് 2 ലക്ഷം രൂപ കടം വാങ്ങിച്ചു കൊണ്ടുകൊടുക്കാൻ ഭീഷണിപ്പെടുത്തുന്നുണ്ടല്ലേ? ഇത് ഡോക്ടർ അങ്ങ് വെച്ചു. എന്തായാലും ഈ കാശ് നിങ്ങൾ പുതുതായി കിട്ടുന്ന വീടിന് യൂസ് ചെയ്യാനല്ലേ? പാവം. നാട്ടിൽ ചെന്ന് നിങ്ങളുടെ അച്ഛനോട് ചോദിച്ചാൽ ഇപ്പൊ ഇത് കൊടുക്കാൻ നിങ്ങളുടെ അച്ഛന് പറ്റില്ല. ലോകം മുഴുവൻ കടമുള്ള മനുഷ്യന് ഇനി എവിടെ നിന്ന് കാശുണ്ടാക്കും? ഡോക്ടർ ഇനി ഒത്തിരി ഒന്നും ചിന്തിക്കേണ്ടതേ. ഇതങ്ങ് എടുത്തു വെക്ക്. കാറെടുത്ത് സ്കൂളിൽ LKG പഠിക്കുന്ന നിങ്ങളുടെ കുഞ്ഞിനെയും കൊണ്ട് അപകടമൊന്നും കൂടാതെ നിങ്ങൾക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ളതല്ലേ? ആ, ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ല. എന്ത് ചെയ്യാനാ ഡോക്ടറെ? അങ്ങനെ വാ, ബുദ്ധിയുണ്ടപ്പോ. ഞാൻ പറയുന്ന പോലെ പറയണം. അവളുടെ ഗർഭപാത്രം അങ്ങ് ചതഞ്ഞു പോയെന്ന് പറഞ്ഞേക്ക്. അവളത് വിശ്വസിക്കണം. ഇനി എന്റെ കൂടെ മത്സരിക്കാൻ വരാതെ ഈ നാട്ടിൽ നിന്ന് തന്നെ അവള് പോകും. അങ്ങനെ പോയി ഇനി ഒരു വലിയ എമൗണ്ട് കൂടി തരാം. താങ്ക് യു. അതുകൊണ്ട് മാത്രം അന്നൊരു ദിവസം ശങ്കരൻ കൊണ്ടുവന്ന മെഡിക്കൽ റിപ്പോർട്ട് ഞാൻ എടുത്ത് ഒളിപ്പിച്ചു വെച്ചത്. പക്ഷെ വീണ്ടും ഒരിക്കൽ അവള് ചെക്കപ്പ് ചെയ്യാൻ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് മുരളിയേട്ടൻ പുറപ്പെട്ടതാ. എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടന്ന് ആരോടും ആലോചിക്കാതെ നീ എന്തിനാ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്തേ? എന്നിട്ടിപ്പോ എന്നെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? ഇക്കാര്യങ്ങളൊക്കെ നീ എന്നോട് നേരത്തെ പറയണമായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ പൗർണമിയെ കല്യാണം കഴിക്കാൻ അവനോട് പറയില്ലായിരുന്നു. ഇനിയിപ്പൊ എന്ത് ചെയ്താലേ ഇത് മാറ്റി പറയാൻ പറ്റാ? മാറ്റി പറഞ്ഞേ പറ്റൂ അമ്മായി. ഇതിനു വേണ്ടി അവളെ കൊന്നു കളഞ്ഞാലും സാരമില്ല. എന്ത് ചെയ്താലും വേണ്ടില്ല. എങ്ങനെയെങ്കിലും ഈ പഴിയിൽ നിന്ന് പുറത്ത് ചാടിയാ മതി. എന്നിട്ട് വേണം ഒരാഴ്ചക്കുള്ളിൽ പൗർണമി ഇല്ലാതാക്കാൻ. അമ്മായി, അകത്ത് കിടക്കുന്നിടത്തോളം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പുറത്ത് നിൽക്കുന്ന നിങ്ങൾ വേണം ഇനി എന്തെങ്കിലും ചെയ്യാൻ. എങ്ങനെയെങ്കിലും അവളുടെ കഥ ഇവിടെ തീർക്കണം. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു കൊണ്ടുപോവാ. പുറത്ത് വന്നതിന് ശേഷം വേണം ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ. ചേച്ചി, എന്തോ ചേച്ചി? മനസ്സിനെന്തോ വല്ലാത്ത വിഷമം പോലെ. ശ്വേത ആരോടും ആലോചിക്കാതെ തന്നെത്താൻ എന്തൊക്കെയോ ചെയ്തു കൂട്ടിയിരിക്കുന്നു. അതിന്റെ ഫലം എന്തായെന്ന് നീയും ഇപ്പൊ കണ്ടില്ലേ? എന്തുകൊണ്ട് ഇത് അവൾ എന്നോട് പോലും പറഞ്ഞില്ലെന്ന് എനിക്കറിയില്ല. അതാ സുഖു. എന്താ ചെയ്യേണ്ടതെന്നൊരു എത്തും പിടിയും കിട്ടാതെ ഞാനിങ്ങനെ അന്തം വിട്ടിരിക്കുന്നേ. അത് വിട് ചേച്ചി, അവളെന്തോ അറിവില്ലായ്മ കൊണ്ട്. അങ്ങനെ പറഞ്ഞാ എങ്ങനെ ശരിയാവുക? അവള് പറഞ്ഞ കള്ളത്തരങ്ങൾ വിശ്വസിച്ചല്ലേ പൗർണമിയെ കല്യാണം കഴിച്ചോന്ന് ഞാൻ അവനോട് പറഞ്ഞത്. മുരളിയാണെങ്കിൽ അത് വിശ്വസിക്കുകയും ചെയ്തു. ഇനി എന്തു പറഞ്ഞാൽ അവന്റെ മനസ്സ് മാറ്റാൻ പറ്റാ? ശ്വേതയെ കല്യാണം കഴിച്ചോന്ന് ഇനി ഒരിക്കലും എനിക്ക് മുരളിയോട് പറയാൻ പറ്റില്ല. അമ്മായി, ശ്വേത ചേച്ചിയെ കുറിച്ച് ഓർക്കുമ്പോ പാവം തോന്നുക. ചേച്ചിയെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. അമ്മായി, ശ്വേത ചേച്ചി ജയിലിലെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നതിന് ശേഷം എന്റെയും മുരളിയേട്ടന്റെയും കല്യാണം നടത്തിയ പോരെ? ആദ്യം നീ ആശുപത്രിയിലോട്ട് പോവാൻ നോക്ക്. എന്നിട്ട് ടെസ്റ്റുകളൊക്കെ ഒന്ന് എടുക്ക്. മനസ്സിലായോ? വിവേകെ, ഞങ്ങളെല്ലാരും ഇവിടെ കാത്തു നിൽക്കുന്നത് നിന്റെ മറുപടിക്ക് വേണ്ടിയാ. നിങ്ങൾക്ക് എന്താ പറ്റി? എത്ര വലിയ ആളാ നിങ്ങൾ? കാര്യം പുറത്ത് പറയണ്ടെന്ന് വിചാരിച്ചാ വെറുതെ എന്നെ ടോർച്ചർ ചെയ്തോണ്ടിരിക്കുക. നിങ്ങളും നിങ്ങളുടെ മോളും ഒന്നിച്ചാണ് ഈ പണിക്കിറങ്ങിയെന്ന് എനിക്ക് നന്നായി അറിയാം. നമ്മുടെ ലക്ഷ്യം പൗർണമിയല്ല, മുരളീകൃഷ്ണനാണ്. ഏട്ടാ,